ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി തടസ്സം മാറണം, അല്ലെങ്കിൽ വിസാ തടസ്സങ്ങൾ മാറണം, എന്തെങ്കിലും പരീക്ഷകൾ ജയിക്കണം എന്നൊക്കെ വരുമ്പോൾ നമ്മൾ കേട്ട കുറേ കാര്യങ്ങളുണ്ട്. 33 വിശ്വാസ പ്രമാണം, യൂദാസ്ലീഹയുടെ നൊവേന, അന്തോണീസുകൊണ്ട് അലരികിലേക്ക് പോവുക. ഈ കുറച്ച് ആവശ്യ പതിവുകൾ ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്, അതിനെ ആത്മീയ പതിവുകളാക്കി മാറ്റാൻ പരിശ്രമിക്കുക. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് 33 അവസാനിപ്പിക്കരുത്. ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ 25 ദിവസം മക്കൾ പള്ളി വന്നു, ഒരു സമ്മാനം കിട്ടി, അത് നല്ല കാര്യം തന്നെയാണ്. ഇനി അതിനൊരു പതിവാക്കി മാറ്റാൻ വേണ്ടിയാണ്. സൈക്കോളജിസ്റ്റ് വരെ പറയുന്നുണ്ട് 15 ദിവസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പതിവായിട്ട് മാറുമെന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പതിവായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് മുന്നോട്ട് പോകുമെന്ന്. എന്നാൽ ആത്മീയമായ കാര്യങ്ങളിലെ അത് പതിവായിട്ട് വരുന്നത് നമ്മൾ തന്നെ അത് മുടക്കുകയാണ്. പിശാച് നമ്മളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇടയ്ക്ക് ജപമാല ചൊല്ലുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ദേവാലയം കാണുമ്പോൾ ആ ദേവാലയത്തിൽ നോക്കി 3 തവണ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എന്ന് ചൊല്ലുന്നത്, കരങ്ങളിൽ ജപമാല ചൊല്ലി വെറുതെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്നത്, എൻ്റെ അപ്പൻ വീട്ടിലേക്ക് അല്ലെങ്കിൽ അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിക്കുന്നത്, വൈദികനെ കാണുമ്പോൾ ഒന്ന് സ്തുതി ചൊല്ലാൻ പഠിപ്പിക്കുന്നത്, മുതിർന്നവരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാല് മുകളിലേക്ക് വീണ്ടും ഉയർത്തി വെക്കാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പതിവാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സമർപ്പിതയെ കാണുമ്പോൾ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്, നല്ല രീതിയിൽ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്നത്, നമ്മൾ അധ്യാപകരെയൊക്കെ കാണുമ്പോൾ, നമ്മൾ മുതിർന്നവരെയൊക്കെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്, ഇതൊക്കെ ഉണ്ടായിരുന്നു. മക്കളെ നമ്മളിതൊക്കെ പഠിപ്പിച്ചില്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അതുപോലെ ബൗദ്ധികമായിട്ടുള്ള പതിവുകൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. മാതാപിതാക്കള് അല്ലെങ്കിൽ അപ്പൻ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിന് കാരണമാകും. അവരിത് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ നാളെ ഈ പതിവുകളില്ലാതെ ആവശ്യ പതിവുകൾ മാത്രമാകും. ആവശ്യം കഴിയുമ്പോൾ അവര് ആ പതിവുകളും മറക്കും, വലിച്ചെറിയുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് അത്തിരിക്കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മീയമായ കുറെ പതിവുകൾ എനിക്കുണ്ടാകട്ടെ. പേഴ്സണ് പേരെടുക്കുന്നത്, ദൈവജനം വായിക്കുന്നത്, ദ്വികാന്യസനിൽ ശാന്തമായിട്ടിരിക്കുന്നത്, ഒരു ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ മുട്ടുകുത്തി കുരിശ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ കുരിശ് വരെയൊന്നും ഇല്ല. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇന്ന് ദേവാലയത്തിൽ വന്ന് ഞാൻ കുരിശ് വരച്ചു, മനസ്സറിഞ്ഞത് കുരിശ് വരച്ചു, അല്ലെങ്കിൽ ഒരു പിതാവിനും പുത്രനും മാത്രം ചൊല്ലി അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണോ? അത് കുർബാന കഴിഞ്ഞു പോകുമ്പോൾ ഒരു കുരിശ് വരയ്ക്കുന്നത്. പതിവുകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.